ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഇപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ ബ്രേക്കിംഗ് നടക്കുന്ന സമയത്ത് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്ത ശേഷം നമ്മളെ സപ്ലൈയിലോട്ട് തന്നെ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും റീജനറേഷൻ അല്ലെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ലോഡുകൾക്ക് ഓവർ ഹോളിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ റീജനറേഷൻ അല്ലെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓവർ ഹോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡിൻ്റെ സ്പീഡ് മോട്ടറിൻ്റെ സ്പീഡിനേക്കാളും കൂടുതലാണെങ്കിൽ ലോഡ് ഒരു പ്രൈം മൂവറായിട്ട് ആക്ട് ചെയ്ത ശേഷം അത് മോട്ടറിനെ കൺട്രോൾ ചെയ്യും, അതായത് മോട്ടറിനെ റൺ ചെയ്യിപ്പിക്കും. അപ്പോൾ മോട്ടറിനെ ഒരു പ്രൈം മൂവർ റൺ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ആർമേച്ചറിനെ റൺ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു ജനറേറ്റർ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ലോഡിൻ്റെ സ്പീഡ് മോട്ടറിൻ്റെ സ്പീഡിനേക്കാളും കൂടുതലാണെങ്കിൽ ലോഡ് ഒരു പ്രൈമറുമായിട്ട് ആക്ട് ചെയ്ത് ഈ ഒരു മോട്ടർ ജനറേറ്ററായിട്ട് മാറുന്ന ഒരു സിസ്റ്റം ആണ് ശരിക്കും റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓവർ ഹോളിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ലോഡുകൾ മാത്രമേ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും ലോഡിൻ്റെ സ്പീഡ് മോട്ടറിൻ്റെ സ്പീഡിനേക്കാളും കൂടെ നമ്മൾ ഒരു ഇറക്കിറങ്ങുന്ന സമയത്ത്, ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഒരു ഇറക്കിറങ്ങുന്ന സമയത്ത് ആ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ടയറിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും മോട്ടറിൻ്റെ സ്പീഡിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ശരിക്കും ആ ടയറിൻ്റെ സ്പീഡ് ആണ് ശരിക്കും മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് പിന്നെ അവിടെ ഈ ഒരു ഓവർ ഹോളിംഗ് ക്യാർ ഉണ്ടാകും. അപ്പോൾ അത് ശരിക്കും ഒരു ജനറേറ്റർ പോലെ നമുക്ക് അതിനെ ആക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഒരു കറണ്ട് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ മാത്രമേ, ഇങ്ങനെ ഓവർ ഹോളിംഗ് ക്യാർ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റീജനറേഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് ജനറേറ്റർ പോലെ ആക്ട് ചെയ്യുകയാണ്. നമ്മളവിടെയുള്ള മോട്ടറിനെ ഈ ലോഡ് റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആ മോട്ടറിന് ലോഡ് റൺ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. മോട്ടറിൻ്റെ കേസാണെങ്കിൽ അത് അവിടെ നമ്മൾ സാധാരണ ഇൻഡ്യൂസ്ഡ് EMFനെ ബാക്ക് EMF എന്നാണ്, EB എന്നുകൊണ്ടാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ EB അവിടെ പ്രൊഡ്യൂസ് ചെയ്തുള്ള ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ EB എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ് വിനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ സപ്ലൈ വോൾട്ടേജിനേക്കാളും കൂടുതലാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ലോഡ് ഒരു പ്രൈം മൂവറായിട്ട് ആക്ട് ചെയ്ത ശേഷം അതിനെന്ത് ചെയ്യും, ഈ ഒരു മെഷീനെ ഡ്രൈവ് ചെയ്ത് അത് ശരിക്കും ഒരു ജനറേറ്റർ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഇവിടെയുള്ള പിന്നെ ഇതുവരെ ആർമേച്ചറിലോട്ടുള്ള കറണ്ട് സപ്ലൈയിൽ നിന്ന് വരുമായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആർമേച്ചറിൽ നിന്ന് തിരിച്ച് സപ്ലൈയിലോട്ട് പോകാൻ തുടങ്ങും. അപ്പോൾ അവിടെ ആർമേച്ചറിൻ്റെ കറണ്ടും അതേപോലെ തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഇതുവരെ നമ്മളെ EB = V, ബാക്ക് EMFും വോൾട്ടേജും ഈക്വൽ ആകുന്ന ഒരു ഈ മൊമെൻറ്റ് വരെ ഈ ഒരു ടെൻഡൻസി. അപ്പോൾ പിന്നെ അവിടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതനുസരിച്ചുള്ള ഫീൽഡ് കറണ്ടിൽ അവിടെ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ആ ഫീൽഡ് കറണ്ട് മാറ്റങ്ങൾ ഉണ്ടായ സ്പീഡിൽ മാറ്റം വരും. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് വരുന്ന സമയത്ത് തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് റിവേഴ്സ് ചെയ്യും. അപ്പോൾ തന്നെ അവിടെ സ്റ്റോപ്പ് ആകാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംഭവിക്കുന്നത്. അത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ആദ്യം റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒരു DC ഷണ്ട് മോട്ടറിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം പറയുന്നത് എങ്ങനെയാണ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ ഷണ്ട് മോട്ടറുകൾ ഒരു ഇൻഹറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് നമ്മൾ അതിക്ക് ഒരു മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നും വരുത്തണ്ട. സാധാരണ ഒരു ഷണ്ട് മോട്ടറിന് ഒരു മോഡിഫിക്കേഷൻ വരുത്താതെ അല്ലെങ്കിൽ ഒരു ചേഞ്ചും വരുത്താതെ അതിൽ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോസിബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ചില മോട്ടറുകൾ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാൽ മാത്രമേ റീജനറേഷൻ പോസിബിൾ ആകുള്ളൂ. എന്നാൽ ഇവിടെ എന്ത് വേണ്ട, ഷണ്ട് മോട്ടറാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻഹറൻറ്റ് ക്യാരിയാണ്, ഒരിക്കലും എന്ത് വേണ്ട, അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതിൽ ഇൻഹറൻ്റായിട്ടും റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോസിബിൾ ആകും. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ സ്പീഡ് കൂടുന്ന സമയത്ത് കാരണം ഓവർ ഹോളിംഗ് ലോഡ് കാരണം അല്ലെങ്കിൽ ഓവർ ഹോളിംഗ് ലോഡ്സ് കാരണം നമ്മൾ മോട്ടറിൻ്റെ സ്പീഡ് കൂടുന്ന സമയത്ത് അവിടെ ഇൻഡ്യൂസ്ഡ് EMF കൂടും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF കൂടി അവിടെ പിന്നെ ഈ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലൈ വോൾട്ടേജിനേക്കാളും കൂടുതലാകുന്ന സമയത്ത് നമ്മളെ മോട്ടർ ഈ ഒരു ജനറേറ്റർ പോലെ ആക്ട് ചെയ്ത് ഈ ഒരു ജനറേറ്ററിൽ നിന്ന് ഒരു EMF ഇൻഡ്യൂസ് ചെയ്ത ശേഷം ആ EMF കാരണം അവിടെ ഒരു കറണ്ട് ഉണ്ടായി. ആ കറണ്ട് നമ്മൾ ലൈനിലോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, സപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് വരുന്ന സമയത്ത് തന്നെ അവിടെ ടോർക്കിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടാകും. പിന്നെ അവിടെയുള്ള ഫീൽഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അപ്പം ഇതിൻ്റെ ഫർദർ സ്പീഡ് അവിടെ അല്ലെങ്കിൽ സ്പീഡ് കൂടാനുള്ള ടെൻഡൻസി അവിടെ എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ആക്കും. കാരണം അതിന് ടോർക്കിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്തു. ഇതിൻ്റെ
ഇപ്പോൾ കറങ്ങുന്ന നേരെ ഇതുവരെ ഉണ്ടായിരുന്ന നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ടോർക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഒന്ന് സ്പീഡ് കുറയാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ ഫർദറായിട്ട് സ്പീഡ് കുറയാനുള്ള അല്ലെങ്കിൽ കൂടാതിരിക്കാനുള്ള ടെൻഡൻസി അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെ ഫീൽഡ് കറണ്ടിൽ ഒരു ഇൻക്രീസ് ഉണ്ടാകും ഈ ന്യൂ ജനറേഷൻ ആക്ഷൻ കാരണം. അപ്പോൾ അത് കാരണം ഈ മോട്ടറിൻ്റെ EMF, അതായത് അവിടെ ജനറേറ്റ് ചെയ്യുന്ന EMF എന്ന് പറഞ്ഞാൽ ശരിക്ക് അവിടെയുള്ള ലൈൻ വോൾട്ടേജിനേക്കാളും എക്സീഡ് ചെയ്യും. അപ്പോൾ ആ ലൈൻ വോൾട്ടേജിനേക്കാളും എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, എക്സീഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ലൈൻ വോൾട്ടേജിലോട്ട്, അതായത് മോട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ സപ്ലൈ ഭാഗത്തോട്ട് കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വലിയ ലോഡ് ആ ജനറേറ്ററിന് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ സപ്ലൈയിലുള്ള എല്ലാ ലോഡുകളും ഈ ഒരു ജനറേറ്ററായിട്ട് കണക്ട് ചെയ്യുകയാണ്. കാരണം സപ്ലൈയിലോട്ടാണ് ഇത് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് എന്ത് ചെയ്യും, പിന്നെ നമ്മൾ അവിടെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓൾറെഡി ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടോർക്കും മറ്റു കാര്യങ്ങളും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോപ്പ് ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതിൻ്റെ കൂടെ ഇത് ലൈനിലോട്ട് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ആ ലൈനിലുള്ള ലോഡും കൂടിയും ഈ ഒരു ജനറേറ്ററിൽ അല്ലെങ്കിൽ ഈ മോട്ടർ ജനറേറ്ററായിട്ട് മാറിയുള്ള ഈ ഇതിലോട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് വരും. അപ്പോൾ ആ സമയത്ത് ഈ രണ്ടൊരു ആക്ഷൻ കാരണം അവിടെ എന്ത് ചെയ്യും, മോട്ടറിൻ്റെ സ്പീഡ് സ്ലോ ഡൗൺ ആയിട്ട് വരും. അപ്പോൾ ബ്രേക്കിങ്ങിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എനർജി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, പകരം അവിടെ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ബ്രേക്കിംഗ് നടന്നു. അപ്പോൾ ഇതാണ് ശരിക്കും DC ഷണ്ട് മോട്ടറിൻ്റെ കേസിലുള്ള റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ടാകും. ഓവർഹോളിംഗ് എയർ ശരിക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് സപ്ലൈ വരിക അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് സപ്ലൈ വന്നിട്ട് ഇങ്ങനെയാണ് സാധാരണ വരുന്നുണ്ടാവും. അപ്പോൾ ശരിക്ക് ഈ ലോഡ് പിന്നെ അപ്പോൾ ഇങ്ങനെ കറണ്ട് ഡയറക്ഷനൊക്കെ ഈ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇൻ കേസ് പിന്നെ ഇതൊരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓവർഹോളിംഗ് കാരണം കഴിഞ്ഞ് ഈ ലോഡിൻ്റെ സ്പീഡ് മോട്ടറിൻ്റെ സ്പീഡിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ജനറേറ്റർ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ പിന്നെ ഈ ആർമേച്ചറിൽ നിന്ന് കറണ്ട് പുറത്തോട്ട്, ഇവിടെ ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇങ്ങോട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് കറണ്ട് തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം അവിടെ സ്പീഡ് കുറയാനും അത് കാരണമാകുകയും ചെയ്യും, അല്ലെങ്കിൽ ബ്രേക്കിംഗ് നടക്കാനുള്ള ഒരു കാരണമാകും. ഇതാണ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ DC ഷണ്ട് മോട്ടറിൻ്റെ കേസിൽ നടക്കുന്ന കാര്യം. ഇനി അടുത്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് DC സീരീസ് മോട്ടർ. അപ്പോൾ DC സീരീസ് മോട്ടറിൻ്റെ കേസിൽ എങ്ങനെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നടക്കും നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമുക്ക് ഒരു DC സീരീസ് മോട്ടർ മോഡിഫിക്കേഷൻ ഇല്ലാതെ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ചില മോഡിഫിക്കേഷനോട് കൂടി മാത്രമേ നമുക്ക് DC സീരീസ് മോട്ടർ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ മോട്ടർ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഓവർഹോളിംഗ് കാരണം നമ്മളെ മോട്ടർ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആർമേച്ചർ കറണ്ടിൻ്റെയും അതേപോലെ ഫീൽഡ് കറണ്ടിൻ്റെയും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. അങ്ങനെ ആർമേച്ചർ കറണ്ടിൻ്റെയും ഫീൽഡ് കറണ്ടിൻ്റെയും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇൻ കേസ് ഫീൽഡ് കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫ്ലക്സ് എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. കാരണം ആദ്യം ഉണ്ടാകുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യും, അവിടെ ഫീൽഡ് കറണ്ടിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്ലക്സ് ന്യൂട്രലൈസേഷൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ആ ന്യൂട്രലൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ ഫീൽഡിലോട്ടുള്ള ഇങ്ങനെ അത് ജനറേറ്ററായിട്ട് മാറുന്ന സമയത്ത് ഫീൽഡിലോട്ടുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ആദ്യം ഏത് രീതിയിലായിരുന്നോ അതേ രീതിയിൽ തന്നെ ആക്കി മാറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യും, ഒരു മോഡിഫിക്കേഷൻ അവിടെ വരുത്തേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഫീൽഡ് ഫ്ലക്സ് അവിടെ നിലനിർത്താൻ പറ്റില്ല. ഫീൽഡ് ഫ്ലക്സ് നിലനിർത്തിയില്ലെങ്കിൽ ഇതിനൊരിക്കലും ജനറേറ്ററായിട്ട് മാറാനും പറ്റില്ല. കാരണം ഫീൽഡ് ഇല്ലെങ്കിൽ അവിടെ പിന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ആർമേച്ചർ അവിടെ കറണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിന് ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്ക് സപ്ലൈ ഉള്ള സമയത്ത് വൈന്ന് വൈയിലോട്ടായിരുന്നു കറണ്ട് ഉണ്ടായിരുന്നത്, അതേപോലെ എന്ന് എയിലോട്ടാണ് കറണ്ട് ഉണ്ടായിരുന്നത്. ഇത് ജനറേറ്ററായിട്ട് മാറുന്ന സമയത്ത് തിരിച്ച് ആർമേച്ചർ കറണ്ട് മാറി എന്ന് എയിലോട്ടുമായിട്ട് മാറി. പക്ഷേ ഫീൽഡിൻ്റെ കറണ്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഫ്ലക്സ് ഇല്ലാതായിട്ട് മാറും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഫീൽഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അതും എന്തായിട്ട് മാറി, നേരത്തെ ഉണ്ടായിരുന്ന വൈന്ന് വൈയിലോട്ട് തന്നെ ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ ഈ സമയത്ത് ജനറേറ്ററായിട്ട് മാറുന്ന സമയത്തും കറണ്ട് എന്ന് പറഞ്ഞാൽ വൈയിൽ നിന്ന് അങ്ങോട്ട് തന്നെയാണ്, വൈയിലോട്ട് തന്നെയാണ് രണ്ട് സമയത്ത്. അപ്പോൾ ഫീൽഡിൻ്റെ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവില്ല. അതായത് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് കറണ്ട് പിന്നെ മോട്ടറിങ് ആകുന്ന സമയത്തും ജനറേറ്റിംഗ് ആകുന്ന സമയത്തും സെയിം ആണ്. അപ്പോൾ ആ രീതിയിൽ അവിടെ എന്ത് ചെയ്യും, കറണ്ട് താഴോട്ട് വരും. അപ്പോൾ അവിടെ അത് ഫീൽഡോടെ നിലനിൽക്കും. അത് കാരണം ഈ ആർമേച്ചർ കറങ്ങുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഇത് ജനറേറ്ററായിട്ട് മാറുകയാണ് ചെയ്യുക. ഇപ്പോൾ ഏതാണ് ബേസിക്കായിട്ട് പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് DC സീരീസ് മോട്ടറിൽ പറയാനുള്ളത്. ഇനി എന്ന് പറഞ്ഞാൽ നോക്കാം,
അപ്പോൾ DC സീരീസ് മോട്ടോർ കേസിൽ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഫീൽഡ് വൈൻഡിങ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഫീൽഡ് വൈൻഡിങ് കുറവാകുന്ന സമയത്ത് പിന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് എംപ്ലോയ് ചെയ്യേണ്ടി വരും ശരിക്ക് ഈ DC സീരീസ് മോട്ടറിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെയുള്ള സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മളിവിടെ കുറച്ച് ഓക്സിലറി ഫീൽഡ് വൈൻഡിങ് കൊടുക്കും. അപ്പോൾ അത് മോട്ടറിങ് ആകുന്ന സമയത്ത് ഈ ഓക്സിലറി ഫീൽഡ് വൈൻഡിങ് എന്തായിട്ട് പറയും, ഇങ്ങനെ പാരലായിട്ട് ആക്ട് ചെയ്യും. എന്നാൽ അത് നമ്മളോട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് മോട്ടർ ഒരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓക്സിലറി ഫീൽഡ് വൈൻഡിങ് എന്തായിട്ട് മാറും, സീരീസ് ആയിട്ട് മാറി ഈ സീരീസ് കണക്ഷൻ നേരെ ഈ ആർമേച്ചറിന് പാരലായിട്ട് മാറും. അപ്പോൾ അതായത് മെയിൻ ഫീൽഡിന് എന്തായിട്ട് മാറും, മെയിൻ സീരീസ് ഫീൽഡിന് പാരലായിട്ട് മാറും. അപ്പോൾ ഇത് ശരിക്കും എന്തായിട്ട് മാറും, ഇതൊരു ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ പോലെ ആക്ട് ചെയ്യും. അങ്ങനെ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ പോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെറിയ ലൈൻ വോൾട്ടേജിൽ എന്തെങ്കിലും ചെറിയ ചേഞ്ചുകൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതെന്ത് ചെയ്യും, അത് ഷണ്ട് ഫീൽഡിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്ത ശേഷം അത് കാരണം അവിടെ ജനറേറ്റർ EMF വളരെ പെട്ടെന്ന് കൂടാനുള്ള ഒരു സാധ്യത നമുക്കവിടെ കിട്ടും. അപ്പോൾ അത് കാരണം അത് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളത് എന്താക്കി മാറ്റിയിട്ടുണ്ട്, ഇതിനെ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്ററാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ആക്കുന്ന സമയത്ത് ലൈൻ വോൾട്ടേജിൽ എന്തെങ്കിലും ചെറിയ ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത് പിന്നെന്ത് ചെയ്യും, അവിടെ ഒരു ഇൻക്രീസ്ഡ് ജനറേറ്റഡ് EMF നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറച്ച് ഓക്സിലറി അറേഞ്ച്മെൻറ്റ് ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ നോട്ടം ശ്രദ്ധിക്കുക. സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് എംപ്ലോയ്ഡ് ഫോർ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓഫ് DC സീരീസ് മോട്ടോർ ഇസ് യൂസ് ഓക്സിലറി ഫീൽഡ് വൈൻഡിങ് വിച്ച് ആർ കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് മെയിൻ സീരീസ് ഫീൽഡ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ DC സീരീസ് മോട്ടറിന് എന്തുണ്ട്, കുറച്ച് ഓക്സിലറി ഫീൽഡ് വൈൻഡിങ്ങുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ മെയിൻ സീരീസ് ഫീൽഡിന് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഡ്യൂറിങ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ദ മോട്ടർ ആക്ട് ആസ് ജനറേറ്റർ. റീജനറേറ്റീവ് ബ്രേക്കിംഗ് നടക്കുന്ന സമയത്ത് മോട്ടർ ജനറേറ്റർ പോലെ ആക്ട് ചെയ്യും. അത് കാരണം ഓക്സിലറി ഫീൽഡ്സ് ആർ റേഞ്ച് ഇൻ സീരീസ് ആൻഡ് കോമ്പിനേഷൻസ് പ്ലേസ്ഡ് പാരലൽ അക്രോസ് ദ മെയിൻ ഫീൽഡ് സീരീസ് ഫീൽഡ് ആൻഡ് ആർമേച്ചർ ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഈ ഓക്സിലറി ഫീൽഡ് എന്തായിട്ട് മാറും, ഇപ്പോൾ പാരലായിട്ട് കിടക്കുന്ന ഓക്സിലറി ഫീൽഡ് ആ സമയത്ത് സീരീസ് കോമ്പിനേഷനായിട്ട് മാറും. എന്നിട്ട് ആ സീരീസ് കോമ്പിനേഷൻ നമ്മുടെ മെയിൻ സീരീസ് ഫീൽഡിനോട് പാരലായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ മെയിൻ സീരീസ് ഫീൽഡ് ഏതാണെന്ന് നമുക്കറിയാം. മോട്ടറിന് നേരെ സീരീസ് ആയിട്ടുള്ള സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണ് കോമ്പൗണ്ട് ജനറേറ്ററിൽ മെയിൻ സീരീസ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയാം. ആ മെയിൻ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന് പാരലായിട്ട് എന്തുണ്ടാകും, ഇതേപോലുള്ള ഈ ഒരു ഫീൽഡ് വൈൻഡിങ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ മെയിൻ ഫീൽഡും ഇതേപോലെ ഓക്സിലറി ആയിട്ടുള്ള ഫീൽഡ് വൈൻഡിങ് വെക്കുമ്പോൾ അത് ശരിക്കും ഇതൊരു കോമ്പൗണ്ട് ജനറേറ്റർ പോലെ എന്ത് ചെയ്യും, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ പോലെ ആക്ട് ചെയ്യും. ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്ററുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ലൈൻ വോൾട്ടേജിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വന്നാൽ തന്നെ ഈ ഷണ്ട് ഫീൽഡിൽ വളരെ വലിയൊരു വോൾട്ടേജ് എന്ത് ചെയ്യും, അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസിബിൾ ആക്കാൻ പറ്റും. ഇതാണ് നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആൻഡ് DC സീരീസ് മോട്ടർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ടോപ്പിക്കാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആൻഡ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ നമ്മൾ നേരത്തെ DC ഷണ്ട് മോട്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെയും ഇൻഹറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിന് ഫർദറായിട്ട് വേറെ ഒരു മോഡിഫിക്കേഷൻ വരുത്തേണ്ട ആവശ്യമില്ല. DC സീരീസ് മോട്ടറിനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, DC സീരീസ് മോട്ടർ നമ്മൾ ഫർദറായിട്ട് മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ ഫർദറായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇൻഹറൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീജനറേറ്റീവ് ബ്രേക്കിംഗ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, ഒരു ഇൻഡക്ഷൻ മോട്ടർ അതിൻ്റെ സിങ്ക്രോണസ് സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻഡക്ഷൻ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്ന കാര്യം തന്നെ ലോഡിൻ്റെ സ്പീഡ് മോട്ടറിൻ്റെ സ്പീഡിനേക്കാളും കൂടുന്ന സമയത്ത് ഈ ഒരു ഇൻഡക്ഷൻ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഡക്ഷൻ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഇൻഡക്ഷൻ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഒരു കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് എന്ത് ചെയ്യും, സപ്ലൈയിലോട്ട് ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ സപ്ലൈയിലോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും. അപ്പോൾ അതനുസരിച്ച് അവിടെ അത് സ്റ്റോപ്പാക്കാം, മോട്ടറിന് സ്റ്റോപ്പാക്കാനും മോട്ടറിൻ്റെ സ്പീഡ് കുറയാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാകും. അതാണിതിൽ നടക്കുന്ന കാര്യം. അതേപോലെ തന്നെ ഇതിന് മാക്സിമം അതിൻ്റെ സിങ്ക്രോണസ് സ്പീഡിന് അത്ര മാത്രമേ ഇത് സ്പീഡ് കുറക്കാൻ പറ്റുള്ളൂ. അതിന് ബിലോ ആയിക്കഴിഞ്ഞില്ല അത് വീണ്ടും എന്തായിട്ട് മാറും, വീണ്ടും മോട്ടറായിട്ട് തന്നെ മാറും. അപ്പോൾ മാക്സിമം അതിന് കുറക്കാൻ പറ്റുന്നതാണ് സിങ്ക്രോണസ് സ്പീഡ് അതേ സ്പീഡ്. അതിൻ്റെ താഴേക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അതിന് സ്പീഡ് കുറക്കാൻ പറ്റില്ല. അപ്പോൾ
അപ്പോൾ ഇതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ. പിന്നെ പോയിന്റ് ശ്രദ്ധിക്കുക, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇസ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടർ സിൻസ് ദ ഇൻഡക്ഷൻ മോട്ടർ ഓപ്പറേറ്റേഴ്സ് ആൻ ഇൻഡക്ഷൻ ജനറേറ്റർ റൺ അറ്റ് സ്പീഡ് എബോവ് സിൻക്രണസ് സ്പീഡ് ബൈ ഓവറോളിംഗ് ലോഡ്. അതായത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ. ഇൻഡക്ഷൻ മോട്ടർ ഇൻഡക്ഷൻ ജനറേറ്റർ സിൻക്രണസ് സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡക്ഷൻ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ദയവിട്ട് ഫീഡ്ബാക്ക് പവർ ബാക്ക് ടു ദ സപ്ലൈ ലൈൻസ്, അതെന്ത് പവർ സപ്ലൈ ലൈൻസിലോട്ട് നിന്ന് തിരിച്ചു കൊടുക്കും. എ ബ്രേക്കിംഗ് ആക്ഷൻ വിൽ ബി ക്രിയേറ്റ് ഓൺ ദ മോട്ടർ. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യും, ഇതേമാർക്ക് സപ്ലൈയിലോട്ടുള്ള കറണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നതുകൊണ്ടാണ് അവിടെ ഒരു ബ്രേക്കിംഗ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ബൈ ദിസ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓവറോളിംഗ് ലോഡ് മേ ബി പ്രിവെൻറ്റഡ് ഫ്രം റേസിംഗ് മച്ച് എബോവ് സിൻക്രണസ് സ്പീഡ്. അതുകൊണ്ട് തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാരണം തന്നെ പിന്നെ ഇത് വല്ലാതെ സിൻക്രണസ് സ്പീഡിന് കൂടുന്നതിന് എന്ത് ചെയ്യും, ഇത് ഒപ്പോസ് ചെയ്യും. ഇപ്പോൾ മാക്സിമം സിൻക്രണസ് സ്പീഡ് മാത്രമേ വരുള്ളൂ, അതിൻ്റെ മുകൾക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും സ്പീഡ് കൂടില്ല. ഇറ്റ് കനോട്ട് ബി റെഡ്യൂസ് സ്പീഡ് ഓഫ് മോട്ടർ ബിലോ സിൻക്രണസ് സ്പീഡ്. നമുക്ക് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ സ്പീഡ് സിൻക്രണസ് സ്പീഡിനേക്കാളും കുറവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാൻ പറ്റില്ല. മാക്സിമം സിൻക്രണസ് സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുവരാൻ പറ്റുള്ളൂ. നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. ഇതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ. ഇനി ഇത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത് എ പാർട്ട് ഓഫ് എനർജി ഈസ് റിട്ടേൺ ടു ദ സപ്ലൈ സിസ്റ്റം, സോ എനർജി കൺസപ്ഷൻ ഓഫ് ഫോർ ദ റൺ ഈസ് കൺസിഡറബിളി റെഡ്യൂസ്ഡ്, ദെർബൈ ദർ ഈസ് എ കൺസിഡറബിൾ സേവിങ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്കിങ്ങിന് വേണ്ടി ഒരു എനോമസ് എനർജി നമ്മളോട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സിസ്റ്റം ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഒരുപാട് നമ്മൾ ബ്രേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പാർട്ട് ഓഫ് എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് നമ്മളെ സപ്ലൈലോട്ടിനെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ ദ വിയർ ഓഫ് ദ ബ്രേക്ക് ഷൂസ് ആൻഡ് വീൽ റൈസ് ഈസ് റെഡ്യൂസ്, ദെർഫോർ ദർ ലൈഫ് ഈസ് ഇൻക്രീസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഈസ് റെഡ്യൂഡ്. നമുക്ക് അറിയാം ബ്രേക്കിംഗ് സാധാരണ മെക്കാനിക്കൽ ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ വിയർ ആൻഡ് ടിയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, റീജനറേറ്റീവ് ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഷൂസിലുള്ള വിയർ കുറക്കാൻ പറ്റും, വിയർ ആൻഡ് ടിയേഴ്സ് കുറക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് കൂടും, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കുറയും ചെയ്യും. അതേപോലെ ഹയർ വാല്യൂ ഓഫ് ബ്രേക്ക് റിട്ടാർഡേഷൻ ഈസ് ഒബ്റ്റൈൻഡ് സോ ദാറ്റ് ദ വെഹിക്കിൾ ക്യാൻ ബി സ്റ്റോപ്പ് ക്വിക്കലി ആൻഡ് റണ്ണിങ് ടൈം ഈസ് കൺസിഡറബിളി റെഡ്യൂസ്ഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ ഹൈ റേറ്റ് ഓഫ് വാല്യൂ ഓഫ് ബ്രേക്ക് റിട്ടാർഡേഷൻ, വളരെ പെട്ടെന്ന് തന്നെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ റിട്ടാർഡേഷൻ സ്പീഡ് വളരെ ഹൈ വാല്യൂ ഓഫ് റിട്ടാർഡേഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ റണ്ണിങ് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡറബിളി കുറക്കാനും പറ്റും. കാരണം വളരെ ഹൈ റേറ്റ് ഓഫ് റിട്ടാർഡേഷൻ ഉണ്ടാകുന്ന സമയത്ത് റണ്ണിങ് ടൈം എന്ത് ചെയ്യും, കുറയും. അതേപോലെ നാലാമത്താണ് ഹയർ സ്പീഡ് ആർ പോസിബിൾ വൈൽ ഗോയിങ് ഡൗൺ ദ ഗ്രേഡിയൻ ബിക്കോസ് ദ ഹയർ ബ്രേക്കിംഗ് റിട്ടാർഡേഷൻ ക്യാൻ യു അപ്ഡേറ്റ് വിത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. നമുക്ക് എത്ര ഇറക്കണമെന്നില്ല, എത്ര ഡൗൺ ഗ്രേഡിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഹൈ സ്പീഡ് പോകാൻ, കാരണം ഒരു പരിധിയിലെ സ്പീഡിൽ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെ ഇതേമാതിരി ഈ കാര്യങ്ങൾ നടന്ന് അവിടെ റിട്ടാർഡേഷൻ നടക്കാൻ തുടങ്ങും. അപ്പോൾ ഹൈ ബ്രേക്ക് റിട്ടാർഡേഷൻ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇതിനെ പോസിബിൾ ആയി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഡൗൺ ഗ്രേഡിയൻറ്റിൽ പോകാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യം. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഒന്നാമത്താണ് ഹൈ ഇനീഷ്യൽ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ഇതിന് ഹൈ ഇനീഷ്യൽ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. പിന്നെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, അതേപോലെ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കൂടുതലാണ്. രണ്ടാമതാണ് ഡി സി മെഷീൻ റിക്വയർഡ് ഇൻ കേസ് ഓഫ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആർ ഓഫ് ലാർജ് സൈസ് ആൻഡ് മോർ കോസ്റ്റ് ദാൻ ദോസ് ഓർഡിനറി യൂസ്ഡ്, ദെർഫോർ ദ വെയിറ്റ് ഓഫ് ദ ലോക്കോമോട്ടീവ് ആൻഡ് ദസ് റിക്വയർഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് കോസ്റ്റ് ഇൻക്രീസസ്. നമ്മൾ പിന്നെ ഇങ്ങനെ ചില സ്പെഷ്യൽ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡി സി മെഷീൻ്റെ സൈസ് പോരാവില്ല ഇത് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡി സി മെഷീൻ്റെ സൈസ് കൂടണം, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ അങ്ങനെ കൂടുന്ന സമയത്ത് സൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ വെയിറ്റ് കൂടും. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് അവിടെ ഉണ്ടാകുന്ന മെക്കാനിക്കൽ നമ്മൾക്ക് ലോക്കോമോട്ടീവിന് വേണ്ട മെക്കാനിക്കൽ സ്ട്രെങ്ത്തും മറ്റു കാര്യങ്ങളും കൂടും. അപ്പോൾ അങ്ങനെ കോസ്റ്റും അവിടെ കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യം. മൂന്നാമത്തെ കാര്യം പറഞ്ഞ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇസ് യൂസ്ഡ് ഡൗൺ എ സ്പീഡ് ഓഫ് 16 km/h, ദെൻ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് അബൌട്ട് 6.5 km/h ആൻഡ് ദെൻ മെക്കാനിക്കൽ ബ്രേക്കിംഗ് ഇസ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ ട്രെയിൻ. റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമുക്ക് മാക്സിമം ഒരു സ്പീഡ് കുറക്കാൻ പറ്റുക അപ് ടു 16 km/h വരെയാണ് നമുക്ക് പറ്റുള്ളൂ, കുറക്കാൻ പറ്റുള്ളൂ. ദെൻ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് അബൌട്ട് 6.5 km/h. റിയോസ്റ്റാറ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിയോസ്റ്റാറ്റിക് ബ്രേക്ക് ഉപയോഗിച്ചാൽ 6.5 km/h വരെ ആവും.
പിന്നെ എന്ത് ചെയ്യണം, മെക്കാനിക്കൽ ബ്രേക്കിംഗ് നിർബന്ധമാണ് ട്രെയിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങും മറ്റ് ബ്രേക്കിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും അവിടെ എന്ത് ആവശ്യമാണ്, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആക്കാൻ മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം.